എന്തൊരു അമ്മയാണ്. എനിക്ക് പറഞ്ഞറിയിക്കാനുള്ള വാക്കുകളില്ല. ഈ അമ്മയല്ല ഈ മകനെ ചേർത്ത് പിടിച്ച് ഈ പുസ്തകങ്ങളെല്ലാം എഴുതിച്ചത്. എനിക്ക് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ തോന്നിയത് ആദ്യത്തെ 2 പുസ്തകം കൂടി വായിക്കണമെന്ന്. ഞാൻ വായിച്ചിട്ടില്ല. ഇത് വായിച്ചപ്പോ എനിക്ക് തോന്നിയത് ഞാൻ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്ക് വായിക്കണമെന്നാ തോന്നുന്നത്. ജോർജ് ഓണക്കൂർ സാർ പറഞ്ഞതുപോലെ ഒരമ്മ ഇങ്ങനെ മകനെ ചേർത്ത് പിടിച്ച് മകന്റെ അകത്തുള്ള ഈ സവിശേഷതകളെ കണ്ടെത്തി, മകന്റെ പ്രത്യേകതകളെ കണ്ടെത്തി അതൊരു പുസ്തക രൂപത്തിലാക്കി. നിങ്ങൾ ഈ പുസ്തകത്തിൽ 9 ചോദ്യങ്ങൾ ഉണ്ടാക്കി. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന്റെ നിലവാരം, ചോദ്യങ്ങളുടെ നിലവാരം, അതിലെ ഉത്തരങ്ങളുടെ നിലവാരം നമുക്ക് അവിശ്വസനീയമായി തോന്നുന്ന ഒരു കാര്യമാണ്. സത്യത്തിൽ ഞാൻ വായിച്ച് മടക്കി വെച്ചപ്പോൾ ഈ അമ്മയെ ഞാൻ നമസ്കരിച്ചു. ശരിക്കും ഞാൻ പറയാണ്, കേരളത്തിന് വേണ്ടി ഞാൻ പറയാ, ഒരു മോഡലാണ് ഈ അമ്മ. എല്ലാ അമ്മമാർക്കുള്ള ഒരു മാതൃക കൂടിയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർക്ക് ശേഷം കേരളം കണ്ട ജനപ്രിയ നേതാവും വാഗ്മിയും കർമ്മനിരതനുമായ ആരാധനയായ കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവർകളാണ് പുസ്തക പ്രകാശനം നടത്തുന്നത്. നേച്ചറിനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടാൽ നമ്മളൊക്കെ നേച്ചറിനെ കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നത് ഒന്നുമല്ല. ബി കൈൻഡ് ഇനഫ് ടു മദർ നേച്ചർ എന്നാണ് പറയുന്നത്. ബി കൈൻഡ് ഇനഫ് ടു മദർ നേച്ചർ. എന്താണ് പ്രകൃതിയെ കുറിച്ച്, ഈ പ്രകൃതിയിലെ കാര്യങ്ങളെ കുറിച്ച് ഒക്കെ ചിന്തിക്കുന്ന കുഞ്ഞാണിത്. മദർ നേച്ചർ എന്നാണ് പറയുന്നത്. അമ്മയായിട്ടാണ് പ്രകൃതിയെ വർണ്ണിക്കുന്നത്. അതിനോട് യു ഷുഡ് ബി കൈൻഡ് ഇനഫ്. നിങ്ങൾ അങ്ങനെ ആയിരിക്കണം ഈ പ്രകൃതിയോട് എന്ന് പറയാണ്. ഒരു കുഞ്ഞു പറയാണ് നമ്മളോട്. സത്യത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. പിന്നെ നമുക്ക് ഓട്ടിസം എന്ന് പറയുന്ന നമ്മുടെ എല്ലാ തെറ്റായ ധാരണകളെയും കുഞ്ഞു തിരുത്തുകയാണ്. എല്ലാ ധാരണകളെയും, നമുക്ക് എല്ലാവർക്കും ഉണ്ടായ ധാരണകളെ, എനിക്ക് തോന്നുന്നു എക്സ്പേർട്ടുകൾക്ക് പോലും ഉണ്ടായ ധാരണകളെ തിരുത്തുന്ന പുസ്തകമാണ്. എക്സ്പേർട്ടുകൾക്ക്, ഇതിലെ വിദഗ്ധരെന്ന് പറയുന്നവരെ പോലും തിരുത്തുന്ന തരത്തിലുള്ള ഒരു അപ്രോച്ചാണ്. ഇത് ഒരു ഡിസബിലിറ്റി അല്ല ഒരു കാരണവശാലും. ഞാൻ കരുതുന്നത് ദൈവം വേറെന്തോ വരദാനമായി, വളരെ വ്യത്യസ്തമായ ഒരു കാര്യം വരദാനമായി കൊടുത്ത് അവർ ആലോചിക്കുകയും അവർ ചിന്തിക്കുകയും ചെയ്യാണ്. നമുക്ക് ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ലോകത്തെക്കുറിച്ചുള്ള കാര്യമാണ്. കൂട്ടുകാരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നവരെ കുറിച്ച്, അമ്മയെ കുറിച്ച് ഒക്കെ പറയുകയാണ്. ഞാൻ ആ അമ്മയുടെ മുമ്പിൽ വലിയൊരു നമസ്കാരം. എന്തൊരു അമ്മയാണ്. എനിക്ക് പറഞ്ഞറിയിക്കാനുള്ള വാക്കുകളില്ല. ഈ അമ്മയല്ല ഈ മകനെ ചേർത്ത് പിടിച്ച് ഈ പുസ്തകങ്ങളെല്ലാം എഴുതിച്ചത്. എനിക്ക് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ തോന്നിയത് ആദ്യത്തെ 2 പുസ്തകം കൂടി വായിക്കണമെന്ന്. ഞാൻ വായിച്ചിട്ടില്ല. ഇത് വായിച്ചപ്പോ എനിക്ക് തോന്നിയത് ഞാൻ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്ക് വായിക്കണമെന്നാ തോന്നുന്നത്. ജോർജ് ഓണക്കൂർ സാർ പറഞ്ഞതുപോലെ ഒരമ്മ ഇങ്ങനെ മകനെ ചേർത്ത് പിടിച്ച് മകന്റെ അകത്തുള്ള ഈ സവിശേഷതകളെ കണ്ടെത്തി, മകന്റെ പ്രത്യേകതകളെ കണ്ടെത്തി അതൊരു പുസ്തക രൂപത്തിലാക്കി. നിങ്ങൾ ഈ പുസ്തകത്തിൽ 9 ചോദ്യങ്ങൾ ഉണ്ടാക്കി. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന്റെ നിലവാരം, ചോദ്യങ്ങളുടെ നിലവാരം, അതിലെ ഉത്തരങ്ങളുടെ നിലവാരം നമുക്ക് അവിശ്വസനീയമായി തോന്നുന്ന ഒരു കാര്യമാണ്. സത്യത്തിൽ ഞാൻ വായിച്ച് മടക്കി വെച്ചപ്പോൾ ഈ അമ്മയെ ഞാൻ നമസ്കരിച്ചു. ശരിക്കും ഞാൻ പറയാണ്, കേരളത്തിന് വേണ്ടി ഞാൻ പറയാ, ഒരു മോഡലാണ് ഈ അമ്മ. എല്ലാ അമ്മമാർക്കുള്ള ഒരു മാതൃക കൂടിയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ വായിക്കണം, എല്ലാവരും വായിക്കണം. കേരളം മുഴുവൻ ഈ പുസ്തകം വായിക്കണം എന്നാണ് എന്റെ വിനയപൂർവമായ അഭ്യർത്ഥന. നമുക്ക് എത്രമാത്രം നമുക്ക് ഈ കുഞ്ഞുങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയും. ഒരു കാര്യം ഞാൻ ഉറപ്പു പറയുന്നു, ഈ വേദിയിൽ വെച്ച് ഈ സർക്കാർ ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള പുതിയ സംരംഭങ്ങൾ ഉണ്ടാക്കും. ഇൻക്ലൂസീവായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അവർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഉണ്ടാക്കും. നോ ബാരിയേഴ്സ് എന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂടി അഭിപ്രായം, വളരെ പ്രമുഖരായ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്.
തന്നെ വളരെ ഇതായിട്ട് വളരെ മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഒരുപാട് പദ്ധതികൾ നമുക്കുണ്ടാകും. നമുക്ക് ഈ കുഞ്ഞുങ്ങളിലെ ഉള്ള അവരുടെ കഴിവുകൾ ഈ അമ്മ പുറത്തു കൊണ്ടുവന്നതുപോലെ നമ്മുടെ സംസ്ഥാനം ഈ അമ്മയായി കേരളം മാറണം. എന്നിട്ട് കേരളം അത് പുറത്തു കൊണ്ടുവരണം. അവരെന്താണ് ചിന്തിക്കുന്നത്, അവരെന്താണ് സംസാരിക്കുന്നത്, അവരെന്തിനെ കുറിച്ചെല്ലാമാണ് ചർച്ച ചെയ്യുന്നത്. ഞാനിത് മുഴുവൻ കാണാതെ ഞാൻ ഈ പുസ്തകം പറയാം. പക്ഷെ ഞാൻ പറയാത്തത് നിങ്ങളിത് വായിക്കാൻ വേണ്ടിയിട്ടാണ്. പുസ്തകം വായിക്കണം. പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം വായിക്കാനുള്ള കൗതുകം പോവും. ഒരു കൗതുകം ഉണ്ടാകണം. ഇത് വായിച്ചേ മതിയാവും. എല്ലാവരെ കൊണ്ട് വായിപ്പിച്ചേ മതിയാവും. ഞാൻ തന്നെ ഇതിന്റെ ഒരു പ്രചാരകനായി മാറും എന്ന് ഞാൻ വാക്ക് തരുന്നത് ഈ പുസ്തകത്തിന്. എന്നെ വല്ലാതെ നമ്മുടെ എല്ലാ ധാരണകളെയും മാറ്റിമറിക്കുന്ന പുസ്തകമാണ്. അതിന് ഞാൻ എല്ലാവരുടെയും പേരിൽ ഈ കേരളത്തിന്റെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. ഒപ്പമ്മയ്ക്ക് തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് എഴുതാൻ കഴിയട്ടെ. ഒരുപാട് എഴുതാൻ കഴിയും. കാരണം വെച്ചാൽ അത്രമാത്രം ആശയങ്ങൾ ഉള്ളിലുണ്ട്. അത്രമാത്രം ആശയങ്ങളുണ്ട്. നമ്മളൊന്നും ശ്രദ്ധിക്കാത്ത, ഒരു തരത്തിലും നമ്മുടെ ഒന്നും ആലോചനയിൽ പോലും വരാത്ത ആശയങ്ങൾ ഈ പുസ്തകത്തിൽ അതിന്റെ നാമ്പുകളുണ്ട്. അത് വീണ്ടും വീണ്ടും എഴുതി വീണ്ടും പുതിയതായി വരുമ്പോൾ അത് നമുക്ക് വലിയൊരു അനർഘമായ ഒരു നിധിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ അഭിമാനത്തോടെ ഞാൻ ഓട്ടിസം ഇൻ ആൻ ഓട്ടിസ്റ്റിക് മൈൻഡ് എന്ന നയന്റെ പുസ്തകം പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.